കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, നമ്മുടെ സഭയിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാ മഹാപുരോഹിതരെയും പുരോഹിതരെയും ശമാശന്മാരെയും നമ്മൾ ഓർക്കുന്നതായ ദിനത്തിൽ നമ്മുടെ സഭയെ ധീരമായി നയിച്ചിട്ടുള്ളവരുടെ നല്ല മാതൃകകൾ പിന്തുടരുവാനും അവർ നമുക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി പറയുവാനും ജനങ്ങളുടെ നിർബന്ധം കൊണ്ട് അവർ ചെയ്തു പോയ പാവങ്ങൾക്ക് പരിഹാരം വരുവാനും ജനങ്ങളെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിക്കുവാനും കർത്താവ് ഒരുക്കിയിരിക്കുന്ന സമയമാണ്. പഴയ നിയമകാലത്ത് മോശയ്ക്ക് 40 വർഷം ബലഹീനരായ ജനങ്ങളെ കൊണ്ടു നടക്കേണ്ടി വന്നപ്പോൾ മോശ സൗമ്യനായിരുന്നെങ്കിലും പെറുപെറുപ്പുകാരായ ജനങ്ങളുടെ കൂടെ നടന്ന് താൻ കോപിയായി മാറി. സൗമ്യൻ കോപിയായി മാറേണ്ടി വന്നു. നമുക്കും അങ്ങനത്തെ ബലഹീനത വരാം. മോശ ദൈവത്തെ പർവ്വതത്തിൽ കയറി ദൈവത്തിൻ്റെ തേജസ് കണ്ട് ശബ്ദം കേട്ട് കൽപ്പന എഴുതി വാങ്ങിച്ച ആ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി വേല ആരംഭിച്ച് 80 വയസ്സ് തൊട്ട് 120 വയസ്സ് വരെ വേല ചെയ്ത യൗവനം പുതുക്കപ്പെട്ട് അങ്ങനെ ദൈവത്തിൻ്റെ വേല ചെയ്ത മോശയ്ക്ക് ജനങ്ങളുടെ ബലഹീനതയിലേക്ക് കാണുപോകുന്ന ചില ബലഹീന നിമിഷങ്ങളുണ്ടായി. ദൈവത്തിൻ്റെ കൽപ്പനകൾ വചനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന മോശയ്ക്ക് ദൈവം പറയാത്ത കാര്യങ്ങൾ കോപം കൊണ്ട് പറയേണ്ടി വന്നു. അവിടെ പിശാച് കയറി പിടിച്ചു. അങ്ങനെ നിർബന്ധിത പെൻഷൻ വാങ്ങിച്ച് വേല വയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷിക്കപ്പെട്ടു പോകേണ്ടി വന്നതാണ് മോശയ്ക്ക് വന്ന ബലഹീനത കുറവ്. അങ്ങനെ മോശയ്ക്ക് കനാൻ ദേശത്തേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒരു മലയുടെ മുകളിൽ നിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ. കണ്ടിട്ട് അവിടെ കയറാനൊക്കാത്ത ദുഃഖവുമായി താൻ പോയി. തൻ്റെ പേരിൽ കേസ് വന്നു. അവസാനം ജാമ്യത്തിൽ കർത്താവ് ഇറക്കിക്കൊണ്ടുപോയെന്നാണ് സഭാചരിത്രം പറയുന്നത്. മോശ ജനങ്ങളുടെ ബലഹീനത കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്, ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് മോശയ്ക്ക് വേണ്ടി വാദിച്ച് ആ മോശയ്ക്ക് വേണ്ടി കർത്താവ് ജാമ്യം നിന്ന് അങ്ങനെ മോശ പിന്നീടുള്ള പ്രാർത്ഥനയിലാണ്, കർത്താവിൻ്റെ ഇടപെടലിലാണ് രക്ഷപ്പെട്ടതെന്നുള്ള, അല്ലെങ്കിൽ തൻ്റെ കേസ് തീർന്നെന്നുള്ളതായ കാര്യം യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മോശയ്ക്ക് സംഭവിച്ചതായ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ കർത്താവ് കാൽവരിയിൽ മരിക്കേണ്ടതാണ്. ജനങ്ങളുടെ കോപം കണ്ട്, ജനങ്ങളുടെ അവിശ്വാസം കണ്ട് ഈ പരിപാടി മാറ്റിവെക്കല്ലേ എന്ന് അപേക്ഷിക്കാൻ കൂടിയാണ് മറുരൂപമലയിൽ ഏലിയാവിനോടൊപ്പം മോശയും പ്രത്യക്ഷപ്പെട്ടത്. എനിക്കുണ്ടായതായ ബലഹീനത ക്ഷമിക്കണം, അവിടുന്ന് ഈ ജനങ്ങളുടെ അവിശ്വാസം കൊണ്ട് ഈ പരിപാടി മാറ്റിവെക്കല്ലേ, അവിടുന്ന് മറുമലയിൽ നിന്ന് കാൽവരിയിലേക്ക് തന്നെ പോകണം, മനുഷ്യജാതിയുടെ പാപശാപങ്ങൾ കൊണ്ട് മരിച്ച് അതിന് പരിഹാരം വരുത്തണം, എന്നെയും രക്ഷിക്കണം, എൻ്റെ ശാപവും മാറ്റണം, എനിക്ക് വേണ്ടിയും കൂടിയാണ് അവിടുന്ന് കാൽവരിയിൽ മരിക്കാൻ പോകുന്നത് മോശ പറഞ്ഞ് മറുരൂപമലയിലെ അവിടെ ചർച്ചാ വിഷയം യേശുവിൻ്റെ കാൽവരി മരണമായിരുന്നു എന്ന് മറുരൂപമലയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മോശയ്ക്കും ഏലിയാവിനും കർത്താവിനെ തൻ്റെ ക്രൂശ് മരണത്തിന് ഒരുക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഉറപ്പിക്കുവാനും സാധിച്ചത് നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നു. ആ മോശയും പ്രവാചകന്മാരും ഇവിടെയും എത്തിയിട്ടുണ്ട്. അങ്ങനെ മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ വെള്ളം കിട്ടുന്നത് ചെല്ലാനൊക്കുമെന്ന് നമ്മൾ ഇന്നലെ കേട്ടതായ സന്ദേശത്തിൻ്റെ കൂടെ ധനവാന്റെയും ലാസറിൻ്റെ ഭൂമിയിലെ അവസാനത്തെ സന്ദേശം അതാണ്. മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം കേട്ടനുസരിച്ച് വന്നാലേ പർദീസായിൽ വെള്ളം കിട്ടുന്നിടത്ത് എന്ന് അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിന് യാക്കോബിനും മടക്കി ചെല്ലാനുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. നമ്മൾ ഈ പഴയ നിയമം വായിച്ചതിൻ്റെ അർത്ഥം ഇതാണ്. എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും ഇടയിൽ പരസ്യമായ ആരംഭത്തിന് മുമ്പ്, പരസ്യമായ വെളിപ്പെടലിന് മുമ്പ് പഴയ നിയമത്തിലെ വചനങ്ങൾ മുഴുവനും വായിക്കുന്ന അതിലെ ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം അനുസരിച്ചുള്ള വേദവാക്യക്കുറിപ്പനുസരിച്ചുള്ള ആ വായനയുടെ അർത്ഥം ഇതാണ്. പഴയ നിയമ പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യേശു നമ്മൾ ജനിച്ച് വളരുന്നത്. അപ്പോൾ പ്രവാചകന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വേലയുണ്ട്. പ്രവാചകന്മാർ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരുക്കപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ കർത്താവിൽ ജനിച്ച് വളരാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ സ്നാപകൻ ഒരുക്കിയ വഴിയെയാണ് കർത്താവ് എന്ന വേല തികച്ചത്. യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യത്തിന് ശേഷമാണ് കർത്താവിൻ്റെ വേല ആരംഭിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കിയത്. അങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രവാചകന്മാർ നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്.
നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഈ 2017 വിശുദ്ധ ബർസോമായുടെ പെരുന്നാൾ നാമത്തിലുള്ള പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പഴയ നിയമ പ്രവാചകന്മാർ ഒരുക്കിത്തന്ന പാതയിൽ കൂടി സഞ്ചരിച്ച് ആ യേശുവിനെ നമ്മളിലെ മനുഷ്യാവതാര പ്രക്രിയ പൂർണ്ണമാക്കിയെങ്കിൽ മാത്രമേ തലയോട് ചേരുന്ന ഉടലായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. തലയായ കർത്താവിനെ പരിശുദ്ധ കന്യമറിയാം പഴയ നിയമത്തിലെ വചനം മുഴുവൻ ധ്യാനിച്ച് ഒരുക്കി തൻ്റെ ഹൃദയം യേശുവിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുവാൻ, ആ വചനത്തിന് മാംസം തിരിക്കാൻ പറ്റിയ വേദിയായി മാറ്റിയതുകൊണ്ടാണ് പരിശുദ്ധ കന്യമറിയാമിന് സ്വർഗത്തോളം ഉയർത്തപ്പെട്ട് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലുള്ള പുത്രൻ്റെ വലത്തുഭാഗത്ത് പോയി നിൽക്കുന്ന രാജ്ഞിയായി ശോഭിക്കാൻ സാധിച്ചത്. കർത്താവിന് സ്ത്രീയുടെ സന്തതി സർപ്പത്തിനെ ചതിക്കും, കന്യഗർഭിണിയായി മകനെ പ്രസവിച്ച് മനുഷ്യാദിയെ രക്ഷിക്കുമെന്നുള്ള യെശയ്യാവിൻ്റെയും മോശയുടെയും എല്ലാം പ്രവചനം നിവൃത്തിയാക്കാൻ വേണ്ടി കന്യമറിയാമിൻ്റെ ജീവിതം വിട്ടുകൊടുത്തതുകൊണ്ടാണ് കന്യാമറിയാമിനെ നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്നത്. കന്യമറിയാമിലൂടെ ആരംഭിച്ചതായ ആ മനുഷ്യാവതാര പ്രക്രിയ ഓരോ വിശ്വാസിയിലും തുടരുന്നുവെന്നാണ് നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ജീസസ് ക്രൈസ്റ്റ് ഇംഗ്ലീഷിൽ പറയും. സഭ പരിശുദ്ധ കന്യമറിയാമിൽ തുടങ്ങിയതും ഓരോ തലമുറയിൽ തുടരുന്നതുമായ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണെന്നുള്ള കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായ അനുസരിച്ച് ദൈവത്തിൽ നമ്മൾ ജീവിതം തുടരാൻ വിട്ടുകൊടുത്താൽ കന്യാമറിയാമിനോളം നമുക്ക് സ്ഥാനം കർത്താവ് തന്നിട്ടുള്ള കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ കന്യാമറിയാം എങ്ങനെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് പ്രയോജനപ്പെട്ടോ അതിന് ബാക്കി നമ്മളിലൂടെ തുറന്നിട്ട് സഭയാകുന്ന മണവാട്ടിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറുകയാണ്. അങ്ങനെ തലയെ സ്വർഗത്തോളം വളർത്തിക്കൊണ്ടുവരുവാൻ മാതാവ് വിജയിച്ചു. ചങ്കും കരളും കൈയും കാലും ഉദരവും കൈകാലുകളൊക്കെ ആയി നമ്മൾ യേശുവിനെ തലയോട് ചേരുന്ന ഉടലായി വളരാൻ സാധ്യതയുള്ള കൃപായുഗത്തിൽ നമ്മൾ ജീവിക്കുന്നു. ക്രോധം അറിയാമെൽ തുടങ്ങിയതായ മനുഷ്യാവതാര പ്രക്രിയ നമ്മൾ തുടരുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പെരുന്നാൾ ആഘോഷം ബർസോമായിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം തുടർന്നു. അന്നുണ്ടായിരുന്നവർക്ക് ആ പരിശുദ്ധത്തിലൂടെ യേശുവിനെ കാണാൻ സാധിച്ചു. യേശുവിൻ്റെ സന്തോഷം, യേശുവിൻ്റെ രക്ഷ, യേശുവിൻ്റെ ആത്മഫലങ്ങൾ അനേകർക്ക് വിതരണം ചെയ്ത് അങ്ങനെ ബർസോമായിൽ ദൈവനാമം മഹത്വപ്പെട്ട് ആ വചനം നിവൃത്തിയായതുകൊണ്ട് നമ്മൾ ആ പരിശുദ്ധനെ ഇന്ന് ഓർക്കുന്നു. ആ പരിശുദ്ധൻ്റെ കൂടെ നമ്മളും ഈ ലോകത്തിൽ ചെയ്തു പോരേണ്ടതിന് മുൻനിർത്തിയിരിക്കുന്ന സൽപ്രവൃത്തികളുണ്ട്. അത് ചെയ്ത് അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ അവയവങ്ങൾ തന്നെയാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ മണവാട്ടി സഭ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് ദൈവം കരുതിയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സഭയാകുന്ന ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവമായി നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രൂപാന്തര പ്രക്രിയ കർത്താവിൻ്റെ വരവെങ്കിൽ പൂർണ്ണമാകുകയും കർത്താവിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുന്ന പ്രാണൻ അല്ലെങ്കിൽ ജീവൻ കർത്താവ് മണവാട്ടിയായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമെന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ജീവൻ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തിൽ നിന്ന് മരിച്ചു പോവുകയാണെങ്കിലും അത് യേശുവിന് വേണ്ടി കളഞ്ഞതാണെങ്കിൽ പോകുന്നതാണെങ്കിൽ അത് യേശുവിൻ്റെ മാറിൽ എത്തിച്ചേരുമെന്നാണ് അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയിരിക്കുന്ന വെളിപ്പാട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും മരണമുണ്ട് എന്നുള്ളത് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മളെപ്പോഴും മരണവും ജീവനും പോരാടുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്നു. നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഓക്സിജൻ അകത്തേക്ക് ഈ പ്രാണവായു കയറി വരുന്നു. ആഹാരം കഴിക്കുമ്പോൾ പോഷകങ്ങൾ കയറി വന്ന് നമ്മൾ ജീവിക്കുന്നു. എന്നാൽ നമുക്ക് കിട്ടുന്ന ജീവൻ മെക്കാനിക്കൽ എനർജിയായി, സൗണ്ട് എനർജിയായി, അങ്ങനെ കണ്ണിൽ കൂടെയും വായുവിൽ കൂടെയും അവയവങ്ങളിൽ കൂടെയും നമ്മുടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ള ജീവൻ നമ്മൾ ജീവിക്കാനുള്ള ബന്ധപ്പാടിൽ നമ്മൾ പോകുന്നുണ്ട്. അതില്ലാതാകുന്നില്ല. അതുകൊണ്ട് ഒരു വശേ ജീവൻ കയറി വരുന്നു, മറ്റു വശേ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നും നമ്മുടെ ശരീരത്തിൽ മരണമുണ്ട്, മരിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്വാസം വലിക്കാനൊക്കാത്ത പരുവത്തിൽ, ചങ്കിടിക്കാനൊക്കാത്ത പരുവത്തിൽ വരുമ്പോൾ ശരീരം മരിച്ചുവെന്ന് ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ ശരീരത്തിൽ നിന്ന് വേർപെട്ട ജീവൻ ഇല്ലാതാകുന്നില്ല. അത് എവിടെയെങ്കിലും കണ്ടേ മതിയാവും. എനർജി ഈസ് കോൺസ്റ്റന്റ് എന്നുള്ള തത്വം ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. പിള്ളേർ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പഠിക്കാറില്ല. എനർജി കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ജീവൻ്റെ എനർജി ഇല്ലാതാകുന്നില്ല. അത് ഒന്ന് വേറൊന്നായിട്ട് മാറുന്നേ ഉള്ളൂ. അത് ഇല്ലാതാകാൻ സാധ്യമല്ല. അത് എവിടെയെങ്കിലും കണ്ടേ മതിയാവും. അത് വളരെയധികം വിലപിടിപ്പുള്ള ഒരു വലിയ അസംസ്കൃത വസ്തുവാണ്. അത് ആത്മലോകത്തിലെ പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവനും ജീവിതവും ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വേർപെടുന്ന ജീവനും ശക്തിയും അത്
യേശുവിന് വേണ്ടിയാണ്, ദൈവാത്മാവിലാണ്, വചനപ്രകാരമാണ് നമ്മൾ വേർപെടുന്നതെങ്കിൽ അത് ദൈവാത്മാവിനെ കർത്താവിൽ ഉയർത്തുന്നതിൻ്റെ ശരീരത്തിനകത്തുകൊണ്ട് പ്രവേശിപ്പിക്കും. അങ്ങനെ യേശുവിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ജീവിച്ചിരിക്കാൻ ഇടമുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ പോയി വിശ്രമിക്കേണ്ട ഒരു സ്ഥലം കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. അതിന് ഹ്യൂമൻ സോൾ ഷെയിംഡ് വാക്യം എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ സോളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ്റെ അതേ അളവിൽ അതേ രൂപത്തിലുള്ള ഒരു ശൂന്യത കർത്താവിൻ്റെ അകത്തുണ്ട്. അത് അവിടെ ചെന്ന് ചേർന്നാലേ കർത്താവിന് സ്വസ്ഥതയുള്ളൂ, നമുക്ക് സ്വസ്ഥതയുള്ളൂ. ജീസസിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു ശൂന്യത നമ്മുടെ അകത്തുണ്ട്. കാരണം ജീസസിന് വേണ്ടി, യേശുവിന് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ യേശുവിൻ്റെ അതേ അളവിൽ അതേ ഷേപ്പിലുള്ള ഒരു ശൂന്യത നമ്മുടെ അകത്തെല്ലാവരുടെ കിടപ്പുണ്ട്. ആ ശൂന്യതയിൽ കർത്താവ് കയറി നിറഞ്ഞിരുന്നാലേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അപ്പം രണ്ട് ശൂന്യത. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുമ്പോൾ അസ്ഥിയും മാംസമുള്ള ഒരു ശരീരം ആദ്യമായി സ്വർഗത്തിൽ പിതാവിൻ്റെ ശരീരത്തിലെത്തിയിരിക്കുന്നു. ആ അസ്ഥിയും മാംസമുള്ള ആ ശരീരത്തിനകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഷേപ്പിലുള്ള ഒരു ശൂന്യത കിടപ്പുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ ഒരു അറയുണ്ട്, ഒരു വീടുണ്ട്, ഒരു ഭവനമുണ്ട്. പക്ഷേ നമ്മുടെ പ്രാണൻ മുഴുവൻ അവിടെ എത്തിയെങ്കിലേ നമുക്കും കർത്താവിന് സ്വസ്ഥതയുള്ളൂ. ആ ശൂന്യത നിറയാതിരിക്കുന്നിടത്തോളം കാലം വിശപ്പും ദാഹവും നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ വയറിൽ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നപ്പോഴാണ് ആവശ്യത്തിന് വെള്ളമില്ലാതിരിക്കുമ്പോൾ, ആവശ്യത്തിന് ആഹാരമില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ വയറ് ശൂന്യമായി കിടക്കുമ്പോൾ പൊരിയാൻ തുടങ്ങും. എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുമ്പോൾ അസ്വസ്ഥത മാറുന്നു. ഇതുപോലെ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു ദാഹമുണ്ട്. കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് വെറും ശാരീരികമായ ദാഹം മാത്രമല്ലായിരുന്നു, അത് മനുഷ്യൻ്റെ പ്രാണന് വേണ്ടിയുള്ളൊരു ദാഹമായിരുന്നു. നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവൻ മുഴുവനും യേശുവിനുള്ളതാണ്. യേശുവിന് വേണ്ടി പിതാവ് കൊടുത്തതാണ്. നമ്മളെ യേശുവിനെ നമുക്കും തന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് പിതാവ് സമ്മാനിച്ചതാണ് പുത്രനെ. നമ്മളെ പുത്രനും കൊടുത്തിരിക്കുന്നു. നമ്മളെ എടുത്ത് പുത്രന് കൊടുത്താലേ നമുക്ക് യേശുവിൻ്റെ അടുത്ത് ചെല്ലാനൊക്കെ ഉള്ളൂ. പുത്രനെ നമുക്ക് തന്നതുകൊണ്ടാണ് അവൻ നമ്മുടെ അടുത്തേക്ക് വന്നത്. അവനെ പരിശുദ്ധ കന്യമറിയാം സ്വീകരിച്ച് വളർത്തി നമുക്ക് സമ്മാനിച്ചു പോയി. ഈ യേശുവിനെ നമുക്ക് 100% കിട്ടിയോ? കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം. പിശാച് പറയും, നിനക്ക് പണമില്ലാത്തതുകൊണ്ടാ, ധനമില്ലാത്തതുകൊണ്ട്, സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാ, അതില്ലാത്തതുകൊണ്ടാ, നിനക്ക് സ്വസ്ഥതയില്ലാത്ത, ഞാനത് തരാമെന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് വഞ്ചിച്ച് കൊണ്ട് നടക്കുകയാണ്. പക്ഷെ യേശു ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് സമാധാനമില്ല. അവൻ നമ്മുടെ സമാധാനം. എഫേസ്യർ 2:4. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയ വെളിപ്പാടാണ്. താൻ വലിയ പണ്ഡിതനായിരുന്നെങ്കിലും, ഗമാലിയേലിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ഉണ്ടായിരുന്ന ആളാണെങ്കിലും, വലിയ പണ്ഡിതനായിരുന്നെങ്കിലും യേശു ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളാണ് പൗലോസ് എന്ന് മനസ്സിലായി യേശുവിന് തന്റെ ഹൃദയം വിട്ടുകൊടുത്തപ്പോഴാണ് എനിക്ക് സമാധാനം ഉണ്ടായത്. അവൻ നമ്മുടെ സമാധാനം അങ്ങനെ എഫേസ്യർ 2:14 കാണിച്ചിരിക്കുന്നു. സമാധാനം വേണോ? സമാധാനമായി യേശു നമ്മൾ നിറഞ്ഞിരിക്കണം. യേശുവിന് ഇരിക്കാനുള്ള ശൂന്യതയിൽ യേശു നമ്മൾ നിറഞ്ഞ് തിങ്ങി നിൽക്കണം. അപ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്ന ആൾക്ക് വിശപ്പും ദാഹവുമില്ലാതെ ധൈര്യമായി സന്തോഷമായി വേല ചെയ്യുന്നത് പോലെ ജീവന്റെ അപ്പമായ യേശുവിനെയും ജീവന്റെ ജലമായ യേശുവിനെയും നമുക്ക് ധാരാളമായി ലഭിച്ച് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിശപ്പും ദാഹവും മാറുള്ളൂ. അതുകൊണ്ട് ഒരു പൂർണ്ണ മനുഷ്യനായ ലോകത്തിൽ ജീവിച്ച് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി വന്ന് കാൽവരിയിൽ കൈകൾ വിരിച്ച് ആണിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അതെന്താണെന്നറിയാവോ? പിതാവ് എനിക്ക് തന്നതായ പ്രാണൻ പാതാളത്തിൽ കിടക്കുന്നു, പിശാചിലേലിരിക്കുന്നു, അതെല്ലാം എൻ്റേതാണ്, എനിക്ക് വേണം, എനിക്ക് കിട്ടിയെങ്കിലേ എൻ്റെ ദാഹം തീരുമെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും വേണ്ടി താൻ ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറഞ്ഞു. ആ വിശപ്പടക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഭർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഭാര്യയും ഭാര്യയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഭർത്താവുമുണ്ട്. അവരെ ഒന്നാക്കിയിരിക്കുന്നതിന് വേണ്ടി, അവരൊന്നായാൽ മാത്രമേ ആ വിശപ്പ് തീരുകയുള്ളൂ. അത് വേറെ എവിടെ പോയാലും വിശപ്പുണ്ടാകും, തീരുകയില്ല. തീർത്താൽ അത് പാപവുമാണ്. അതുകൊണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയവും മാനസികവും ശാരീരികവും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. അത് ഒന്നായി ജന്മസാവിനെ അടയാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പ്രകൃതിയുടെ ചില പ്രത്യേകതകളാണെന്ന് ആരും ഓർത്തുകൊണ്ട് അത് ദൈവഹിതപ്രകാരം വിശപ്പും ദാഹവും അടക്കുവാൻ യേശു നമ്മുടെ ആഹാരവും യേശു നമ്മുടെ പാനീയവുമായി വന്നിരിക്കുന്നു. ഇത്തരം നേരം പറഞ്ഞതിന് ചുരുക്കം, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ ശൂന്യത, യേശുവിനിരിക്കുന്ന ശൂന്യതയിൽ ആരോ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് യാതൊരു സ്വസ്ഥതയും കാണില്ല. കയറിയതിനെ ഇറക്കി വിട്ടിട്ട് മാത്രമേ യേശുവിനെ നമുക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മാമോദിസായുടെ സമയം ഇടതു കൈയെ പിടിച്ച് തലതൊടുന്നവർ, ആ അപ്പനോ അമ്മയോ പടിഞ്ഞാറോട് തിരിഞ്ഞു നിന്ന്
പള്ളിയുടെ പടിഞ്ഞാറേ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു എന്ന് ആ കുഞ്ഞിന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരോടൊപ്പം ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. നമ്മൾ പിറന്നു വീണപ്പോൾ യേശു ഇരിക്കേണ്ട സ്ഥലത്ത് പിശാച് കയറിയിരുന്നതാണ്. ഈ ലോകം സർവ്വലോകവും ദുഷ്ടന്റെ അതിൽ കിടക്കുന്നതുകൊണ്ട് ആദാമും ഈ ലോകത്തെയും ഈ ഭൂമിയെയും പിശാചിനെ വിറ്റ് കളഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ യേശു ക്രിസ്തുവിന് ഇരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ആത്മാവിനും യേശുവിൻ്റെ ആത്മാവിന് ഇരിക്കേണ്ട സ്ഥാനം ഒഴിഞ്ഞു കിടന്നിടത്തേക്ക് ഏതെങ്കിലും ഒരു ദുരാത്മാവ് അശുദ്ധാത്മാവ് കയറി കാണും. ആ കുഞ്ഞ് ആ ആത്മാക്കളെയും കൊണ്ടാണ് ഒരു കുഞ്ഞ് ജീവിക്കുന്നത്. മാമോദിസായ്ക്ക് വരുമ്പോൾ ഒടേക്കാരനെ കയറ്റിയിരുത്തുവാൻ കയറിയ കള്ളനെ ഇറക്കി വിടുന്ന പരിപാടിയാണ് മാമോദിസ തൊട്ടിയിൽ കുഞ്ഞിനെ മുക്കാൻ കൊണ്ടിരുമ്പോൾ പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവന്റെ സകല ഭോഷ്കിനെയും പാപത്തെയും ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ഇതിന് ശേഷം ആ ശൂന്യതയിൽ കർത്താവ് കയറുകയാണ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഏതെങ്കിലും ആധാരം ചെയ്തു നോക്കാത്ത ജീവിതത്തിന്റെ ഫലം നിനക്ക് തരാൻ വേണ്ടി നിന്നെ യേശുവിന്റെ വാസസ്ഥലമായി പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനായി പുതുക്കുന്നു എന്ന് പറഞ്ഞാണ് കിഴക്കോട്ട് തിരിഞ്ഞ് വലത്ത് കൈയെ പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി നൂറോന്റെ അഭിഷേകം നമ്മളെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയത്. അങ്ങനെ കർത്താവിന്റെ നമ്മുടെ ഉള്ളിലെ ശൂന്യതയും കർത്താവിൻ്റെ ഉള്ളിലെ നമ്മുടെ ഷേപ്പിലുള്ളതായ ശൂന്യതയും രണ്ടും നിറഞ്ഞു കഴിഞ്ഞേ നമുക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അതിൻ്റെ അപൂർണതകളാണ് നമ്മുടെ അസ്വസ്ഥതകൾ കാരണം. ഇത് കർത്താവ് വെളിപ്പെടുത്തി തരേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. യേശുവിനെ കൂടാതെ നിന്നെ കൂടാതെ യേശുവിനോ സ്വസ്ഥതയില്ല. അങ്ങനെയാണ് പിതാവ് നമ്മളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ എത്രയും വേഗം ആ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇബ്രാഹിം 4-ാം അധ്യായത്തിൽ സ്വസ്ഥതയുടെ അനുഭവം അവശേഷിച്ചിരിക്കുന്നു. വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറഞ്ഞ 3 ഡിപ്പാർട്ട്മെന്റായി നമ്മളെ തിരിച്ചിട്ട് മാമോദീസ രക്ഷപ്പെട്ടിരിക്കുന്ന വശത്തെ സ്വർഗത്തിലിരുത്തിയിട്ട് ഇപ്പോൾ രക്ഷപ്പെടുകയില്ലാതെ ശരീരത്തെ ഭൂമിയിലിട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ജീവനെ യേശുവിനെ മാറിക്കൊണ്ട് ഈ കയറ്റുന്ന പ്രവൃത്തി ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷ നമ്മുടെ ജീവനെ, നമ്മളിന്ന് വേർപെടുന്ന ജീവനെ യേശുവിന് വേണ്ടി ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശരീരത്തിലാക്കുക. 100% പ്രാണനും ജീവനും യേശുവിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ ആത്മാവും പ്രാണനും രക്ഷപ്പെട്ട് കർത്താവിൻ്റെ ഉള്ളിലായി കഴിഞ്ഞു. ശരീരം ഭൂമിയിൽ മരിച്ച് അടക്കപ്പെട്ടാലും കർത്താവിൻ്റെ വരവിൽ കർത്താവിൻ്റെ ആ ഉള്ളിലായിരിക്കുന്ന ആത്മാവും ദേഹിയും കൂടെ ചേർന്ന് ശരീരത്തെ വേർപ്പിച്ച് അതിൻ്റെ ഉള്ളിലായി കഴിയുമ്പോൾ നമ്മുടെ രക്ഷ പൂർത്തിയായി. അപ്പോൾ മാമോദിസയിൽ തുടങ്ങുന്ന ഒരു രക്ഷ, ഓരോ ദിവസത്തെ സഭാജീവിതത്തിലൂടെ തുടരുന്ന ഒരു രക്ഷ, യേശുവിൻ്റെ വരവിൽ പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷ, അതിന് രക്ഷാപൂർത്തി എന്നാണ് പറയുന്നത്. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വിശ്വാസ വീരന്മാരെ ഇവിടുന്ന് കടന്നുപോയവർക്ക് രക്ഷാപൂർത്തിക്കായി കാത്തിരിക്കുന്നു. അവിടെ ആത്മാവുകളുടെ പ്രാണൻ യേശുവിൻ്റെ ഉള്ളിലുണ്ട്. ശരീരം ഭൂമിയിൽ മണ്ണിൽ കിടക്കുന്നു. ആ ശരീരം കൂടെ രക്ഷപ്പെട്ട് ഈ ആത്മാവും പ്രാണനും കൂടെ ചേർന്ന ആത്മശരീരത്തിന് വസിക്കുവാൻ പറ്റിയ കൂടാരമായി, ഭവനമായി നമ്മുടെ ഉയർത്തെഴുന്നേൽക്കുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരം കൂടെ കിട്ടിക്കഴിഞ്ഞാലേ രക്ഷ പൂർത്തിയാവുള്ളൂ. രക്ഷാപൂർണത എന്ന് പറഞ്ഞൊരു കാര്യം, ഈ സഭയാകുന്ന ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഒന്നിച്ചു വന്നതിന് ശേഷം എല്ലാവരെയും കൂടെ ചേർത്തുള്ള ഒരു പണി കൂടി ഉണ്ട്. ഈ പള്ളിയുടെ ഭിത്തിക്കകത്തെല്ലാം ഇഷ്ടികയോ കല്ലോ ഒക്കെ ഉണ്ട്, അതിപ്പോൾ കാണാനില്ല. പണി കഴിഞ്ഞതിന് ശേഷം അതിനെല്ലാം കൂടെ ചേർത്ത് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ പുറത്ത് വെള്ളം പൂശിയിരിക്കുന്നു, പെയിന്റ് ചെയ്തിരിക്കുന്നു. ഇതുപോലെ നമ്മളിപ്പോൾ ജീവനുള്ള കല്ലുകളായി ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിൻ്റെ മാറിൽ പോയിരിക്കുക. ആ ഓരോ ദിവസത്തെയും പ്രാണൻ അവിടെ ചെന്ന് സഭയിലെ സ്വർഗത്തിലെ ആ പള്ളിപണി തുറന്നുകൊണ്ടേയിരിക്കുന്നു. ജീവനുള്ള കല്ലുകളായി നമ്മൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകം ഒരു കല്ലുവെട്ട് കുഴി പോലെ നമ്മുടെ പ്രാണനെ വെട്ടിയെടുത്ത് അത് കുറവ് തീർത്ത ജീവനുള്ള കല്ലുകളാക്കി ഇവിടുന്ന് വിറ്റുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിൽ യേശുവിൻ്റെ കല്യാണ ദിവസത്തിൻ്റെ അന്ന് മണവാട്ടി സഭ രൂപീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ശരീരത്തിൻ്റെ ഭാഗമായി അറിയുമ്പോൾ എല്ലാവരെയും കൂടെ ചേർത്ത് കർത്താവ് തേജസ്കരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ മാമോദീസയിൽ തുടങ്ങിയതും ഓരോ കുർബാനയിലും ഓരോ ദിവസത്തിലും തുടരുന്നതും യേശുവിൻ്റെ വരവിൽ മാത്രം പൂർത്തീകരിക്കുന്നതായ സഭ പണി, ഒരു കെട്ടിടം പണി, ഒരു പള്ളി പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പള്ളി യഥാർത്ഥത്തിലുള്ള ആ പള്ളി പണി അതിനുള്ളൊരു പണിപ്പര മാത്രമാണ്. ഈ പള്ളി ഉദാശ ചെയ്ത ഈ പള്ളിയിൽ നമ്മൾ ഓരോ ദിവസത്തെയും പ്രാർത്ഥന നമ്മളിൽ നിന്ന് വിശ്വാസത്തോടെ വേർപെടുത്തി അത് യേശു സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി പണിസ്ഥലത്തുകൊണ്ട് ആക്കി കർത്താവിൻ്റെ ഉള്ളിലാക്കി കഴിയുമ്പോൾ ഓരോ ദിവസത്തെയും പണി തുറന്നുകൊണ്ടേയിരിക്കും. അതിന് ഭംഗം വരാതെ നമ്മളെ
പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് പുരോഹിതർ. അതുകൊണ്ടാണ് അവരെ നമ്മൾ ആദരിക്കുന്നത്. ഉണർന്നിരിക്കണമെന്നുള്ള കാര്യം നമ്മളൊന്ന് കേൾക്കാൻ പോവുക. ഉണർന്ന് ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറൊരുന്ന പ്രാണൻ പാതാളത്തിൽ പോകാതെ സ്വർഗത്തിൽ കർത്താവിൻ്റെ ശൈലി എത്തിക്കാനൊക്കെ ഉള്ളൂ. താഴെ നിന്ന് മുകളിലേക്ക് ഇഷ്ടി എറിഞ്ഞു കൊടുത്ത് ഉയരത്തിലുള്ളതായ തട്ടയിൽ നിന്ന് പണിയുന്നവർക്ക് താഴെ നിന്ന് എറിയുന്നതായ ആ ഇഷ്ടിക ഇടയ്ക്ക് നിന്ന് എല്ലാവരും പിടിച്ചങ്ങോട്ട് മുകളിൽ കയറ്റി വിടുക. പരിചയമില്ലാത്തവരാണ് ഇടയ്ക്ക് നിൽക്കുന്നെങ്കിൽ അവർ ഈ ഇഷ്ടിക കയ്യിൽ പിടിക്കാനുള്ള ശ്രദ്ധപ്പാടിൽ കയ്യിൽ നിന്ന് ധരിച്ച് താഴെ പോകാൻ സാധ്യതയുണ്ട്. നല്ല പരിചയത്തോടെ പല നിരനിരയായി നിൽക്കുന്ന ഈ പണിക്കാരുടെ കൈകളിൽ കൂടിയാണ് ഇഷ്ടികകൾ ഓരോന്നും മുകളിൽ പണിസ്ഥലത്തേക്ക് പോകുന്നത്. ആദ്യത്തിൽ അശ്രദ്ധയുണ്ടെങ്കിൽ ഇത് താഴെ വീഴാനും വീഴുന്നത് തലയിൽ വീഴാനും അത് തലയിൽ മുറിവുണ്ടാകാനൊക്കെ അപകടം വരാൻ സാധ്യതയുള്ളതാണ്. നല്ല പരിചയമുള്ളവരാണ് ഈ ഇഷ്ടിക മുകളിലേക്ക് ഇനി എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് നല്ല പരിചയമുള്ള അഭിഷിക്തന്മാരായ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഷമ്മാശന്മാരും കൂടിയാണ് നമ്മുടെ ഓരോ ദിവസത്തെയും കാണുന്ന ജീവനുള്ള കല്ലുകളായി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അശ്രദ്ധ വന്നാൽ താഴെ വീഴും. സ്വയാശ്രയമുള്ളവരുടെ പ്രാണൻ മുകളിലോട്ട് പോവുകയോ താഴോട്ട് പോകുമെന്ന് 49-ാം സങ്കീർത്തനത്തിന് 13 എന്നുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാണ്. അവിടെ പ്രാണൻ പാതാളത്തിന് ആടുകളായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ടും അവിശ്വാസം കൊണ്ടും സ്വയാശ്രയം കൊണ്ടും പിശാച് സ്വർഗത്തിലേക്ക് പണിസ്ഥലത്തേക്ക് കൊണ്ടുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ ജീവനാകുന്ന ഇഷ്ടികകൾ മുകളിലോട്ട് പോയ വഴി പിടിക്കാൻ ആളില്ലാഞ്ഞുകൊണ്ട് മുകളിലേക്ക് കടത്തിവിടാൻ സാധിക്കാതെ വന്നിട്ട് നമ്മുടെ സ്വയാശ്രയം കൊണ്ട് താഴോട്ട് പോയിട്ടുണ്ട്. പണിസ്ഥലത്ത് എത്തേണ്ടതായ ഇഷ്ടികൾ പലതും ഇപ്പോൾ കുഴി കിടക്കുക. ആ കുഴിയിൽ വരെ അത് ഇറങ്ങിച്ചെന്നതിനെ പിന്നെയും പൊക്കിയെടുത്ത് താഴെ മുകളിലേക്ക് വിട്ടെങ്കിൽ മാത്രമേ പണിസ്ഥലത്ത് എത്തുകയുള്ളൂ. കർത്താവ് അങ്ങനെ നഷ്ടപ്പെട്ട പ്രാണനെ എടുക്കാൻ വേണ്ടി പാതാളക്കുഴി വരെ പോയി. അങ്ങനെ പാതാളം വരെ ആദാമിനെ ഹവ്വയൊക്കെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് വീണ്ടും പർദീസയിൽ കയറ്റി ആ പണിസ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ നൂറ്റാണ്ടിലും പുരോഹിതന്മാരാണ് ഈ ജീവനുള്ള കല്ലുകളെ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവർ. അവരെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും സഭയാകുന്ന ആ പള്ളിപ്പണിക്ക് നമ്മുടെ ജീവൻ ഓരോ ദിവസത്തെ ജീവനെ അവിടേക്ക് എത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് അവരെ വലിയ കടപ്പാടുണ്ട്. അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പള്ളി പണിയിച്ച പുരോഹിതരെയും നമ്മളെ ഭരിച്ചിട്ടുള്ളതായ മഹാപുരോഹിതരെയും ഭാവാതിരിമാരെയും എല്ലാം നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിപ്പണിയിൽ പണിക്കുറവ് തുറന്ന കല്ലുകൾ മാത്രമേ മുകളിലോട്ട് പോവുകയുള്ളൂ. പണിക്കുറവ് തീരാത്ത കല്ലുകൾ ഇവിടെ കിടക്കും. അതുകൊണ്ട് യെരുശലേം ദേവാലയത്തിൻ്റെ പണി നടന്നതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, വെട്ടുകുഴിയിൽ വെച്ചതിൻ്റെ പണിക്കുറവ് തീർന്ന കല്ലുകൾ പണിസ്ഥലത്തുകൊണ്ട് ഫിറ്റ് ചെയ്ത് അവിടെ യാതൊരു പണിയുടെ ശബ്ദവും ഇല്ലായിരുന്നു. അവന് ശബ്ദത്തിൻ്റെ ആവശ്യമില്ല. പണിക്കുറവ് തീർന്നാൽ കൊണ്ട് അങ്ങോട്ട് അടുക്കി അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. ഇതുപോലെ പണിക്കുറവ് തീർക്കാനുള്ള പണിപ്പുരയാണ് ഈ ഭൂമിയിലെ സഭയിലെ വിശുദ്ധ കുദാശകളും എല്ലാം നടത്തുന്നത്. അപ്പം പണിക്കുറവ് ഇവിടെ വെച്ച് തീർത്താൽ പണിക്കുറവ് തീർന്നതിനെ സ്വർഗത്തിൽ കൊണ്ട് പരിശുദ്ധാത്മാവ് പണിതോളും. പണിക്കുറവ് തീരാത്ത ആ കല്ലുകളെ വീണ്ടും പണിയാൻ ശുദ്ധീകരണ സ്ഥലത്ത് വേലകൾ നടക്കുന്നുള്ളതായ നമ്മുടെ പ്രധാനപ്പെട്ടതായ സൂചനകളുണ്ട്. കാലത്തികവെങ്കിൽ വേല തികച്ചിട്ട് പോകാത്തവരും വേല തികച്ചു പോയവരുമായ 2 കൂട്ടർ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. വേല തികച്ചിട്ട് പോയവർക്ക് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വേല കൂട്ടുവേല ചെയ്യാൻ സാധിക്കും. വേല തികച്ചിട്ട് പോകാത്തവർ വീണ്ടും വേറെ ചില പണിസ്ഥലങ്ങളിൽ പണിക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യവും അതുകൊണ്ടാണ് വാങ്ങിപ്പോയ രണ്ടിനം ആത്മാക്കളെ കുറിച്ച് പറയുന്നത്. പൂർണ്ണതയിൽ എത്തിയവരും പണി പൂർത്തിയാകാത്തവരും ഇന്നും നമ്മളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് കാത്തിരിക്കുക. അവരുടെ ശരീരം പോയതുകൊണ്ട് നമ്മുടെ ശരീരം അവർക്ക് വേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന മാതാപിതാക്കൾ സത്യവിശ്വാസത്തോടെ വേല തികച്ച് നിവൃത്തിയായി തോന്നി പോകാത്ത പലരുണ്ട്. അവരവിടെ ചെല്ലുമ്പോൾ അവരെ മനസ്സിലായോ പണി പൂർത്തിയായില്ലല്ലോ, പണി പൂർത്തിയാകാഞ്ഞോണ്ട് സ്വസ്ഥതയില്ലല്ലോ. അങ്ങനെ കിടക്കുന്നവരെ സഹായിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മുടെ പൂർവികരായ മാതാപിതാക്കളുടെ ജീവനും ശക്തിയും നമ്മളിവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവർ സമ്പാദിച്ച വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അവർ പണ്ടിട്ടിരിക്കുന്ന വീട്ടിൽ നമ്മൾ താമസിക്കുന്നു. അപ്പോൾ അവരോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ അവരുടെ രക്ഷാപൂർത്തിക്ക് വേണ്ടി നമ്മുടെ ശരീരം വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ പുരോഹിതരെയും ഓർക്കുന്ന പോലെ അടുത്ത ഞായറാഴ്ച വാങ്ങിപ്പോയ മരിച്ചവരെ എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ 50 നോയമ്പിന് മുമ്പായി വാങ്ങിപ്പോയ പുരോഹിതരെയും മഹാപുരോഹിതരെയും എല്ലാം സഹായിച്ചുകൊണ്ട് അവരുടെ എല്ലാം പ്രതിനിധികളായിട്ടും കൂടെ അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ യുദ്ധത്തിന് പോകുന്നത്. നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന് മുമ്പ് നമ്മൾ അവരിൽ നിന്ന് സമരവീര്യം ഉൾക്കൊണ്ടുകൊണ്ട്
അവർക്ക് സാധിക്കാതെ പോയ കാര്യം നമ്മൾ സാധിച്ചു കൊടുത്ത് രക്ഷാപൂർത്തിക്ക് വേണ്ടി അവരോടൊപ്പം സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വാങ്ങിപ്പോരും ഈ ദേവാലയത്തിൽ വരുന്നുണ്ട്. എല്ലാ ആരാധന സമയത്തും ഈ ആരാധന സ്ഥലത്ത് ഈ ഭൂമിയിലുള്ളവർ മാത്രമല്ല, പർദീസായിലുള്ളവരും പാതാളത്തിലുള്ളവരും ഒക്കെ വന്ന് അവർ രക്ഷാപൂർത്തിക്ക് വേണ്ടി ഒന്നിച്ച് നമ്മൾ പോരാടുകയാണെന്ന് ഓർപ്പിക്കുന്നു. 50 നോമ്പ് എന്ന് പറയുന്നൊരു യുദ്ധമാണ്. നന്മയെ തിന്മയെ ജയിക്കുന്നൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിന് മുമ്പ് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായവരും സഭയ്ക്ക് വേണ്ടി ചരമം പ്രാപിച്ചവരുടെയും കബറിടങ്ങളിൽ പോയി സമരവീര്യം ഉൾക്കൊള്ളുന്ന ഒരു നല്ല പാരമ്പര്യം നമുക്കുണ്ട്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ രാജ്യത്തിന് വേണ്ടി ചരമം പ്രാപിച്ചവരുടെ കല്ലറകളിൽ പോയി ആ സമരവീര്യം ഉൾക്കൊണ്ടിട്ട് യുദ്ധത്തിന് പോകുന്നൊരു പതിവ് പഴയ കാലങ്ങളുണ്ടായിരുന്നു. ആ കാര്യത്തിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ 50 നോയമ്പിൻ്റെ വലിയ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എല്ലാ പുരോഹിതരുടെയും കല്ലറയ്ക്കൽ പോവുക, എല്ലാ മരിച്ചുപോയ നമ്മുടെ സഭാംഗങ്ങളുടെയും കല്ലറകളിൽ പോയി അവർക്ക് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് അവരെ ചിലത് കൊടുക്കാനുമുണ്ട്. അവർക്ക് സാധിക്കാതെ പോയ കാര്യം, അവരുടെ പരാജയങ്ങളെ വിജയമാക്കി തീർക്കാൻ ഞങ്ങൾ പ്രവർത്തിച്ചോളാമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി അവർ ചെയ്തു തുടങ്ങിയതും പൂർത്തീകരിക്കാത്തതായ വേല പൂർത്തീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ സർവായുധവർഗം തിരിച്ചുകൊണ്ട് നന്മയെ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യമായി നമ്മൾ ഈ 2 ഞായറാഴ്ചത്തെ ആരാധനയിലൂടെ 50 നോമ്പിലേക്ക് പ്രവേശിച്ച് 50 നോമ്പ് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിലെയും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെയും അനുഭവത്തിൽ പെന്തക്കോസ്താ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് വരുന്ന പെന്തക്കോസ്തി പെരുന്നാളെങ്കിൽ നമ്മൾ സ്വന്തമാകാമെങ്കിൽ ആത്മനിറവിൽ ആത്മഫലങ്ങൾ വിളയിച്ച് അത് അനേകർക്ക് വിതരണം ചെയ്തവരെ നേടി അങ്ങനെ സമ്പൂർണ്ണ സുവിശേഷ വേലയായ ഓരോ വിശുദ്ധ കുർബാനയും അനേകർക്ക് രക്ഷാകരമായി തീരുന്നു. പരിശുദ്ധ കുർബാന സമ്പൂർണ്ണ സുവിശേഷ വേലയാണ്, സമ്പൂർണ്ണ മധ്യസ്ഥ പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവയത്തിനും ഓർപ്പിക്കുകയും ചെയ്യുന്ന സമ്പൂർണ്ണ സുവിശേഷ വേലയാണെന്നുള്ളതാണ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ സന്തതിയായ ജനിച്ച് മരിച്ച് ഉയർത്തുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം എന്ന് പറഞ്ഞ് ആ സുവിശേഷ വേലയ്ക്ക് നമ്മൾ പങ്കുചേരാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പഴയ നിയമത്തിലെ പ്രവചന നൽവരങ്ങൾ ഉണ്ടായിരുന്ന ആ പ്രവാചകന്മാർ തന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് എമ്മോസിലേക്ക് നമ്മോസ് ശിഷ്യന്മാരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അല്ലെങ്കിൽ മലാഖി വരെയുള്ള പ്രവചന പുസ്തകങ്ങളെ വ്യാഖ്യാനിച്ചപ്പോഴാണ് അവർക്ക് ആശ്വാസവും സന്തോഷവും ഉണ്ടായത്. ആ നല്ല പാരമ്പര്യം ഓർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പഴയ നിയമത്തിലെ വേദഭാഗങ്ങൾ വായിച്ചത്. ഈ പഴയ നിയമ വേദഭാഗം വായിച്ച പശ്ചാത്തലത്തിൽ പ്രവാചകന്മാർ തുടങ്ങിയ വേല നമ്മൾ പൂർത്തീകരിക്കാൻ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കർട്ടൻ മാറ്റി പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് 30-ാം വയസ്സിൽ പരസ്യ ശുശ്രൂഷ നടത്തിയ കാര്യം ഓർപ്പിക്കാൻ വേണ്ടിയാണ് തിരശ്ശീല മാറ്റി പുരോഹിതൻ ഒരു മെഴുകുതിരി എത്തിച്ചു പിടിച്ചിരിക്കുന്ന ശുശ്രൂഷക്കാരൻ്റെ പുറകെ നടക്കുന്നത്. യോഹന്നാൻ സ്നാപകനെയും യേശുവിനെയും കാണിക്കുന്നതാണ്. യോഹന്നാൻ സ്നാപകൻ ഒരുക്കിയ പാതയിലൂടെ യേശു വേല ചെയ്ത് കാണിക്കാൻ വേണ്ടി ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ ഒരു ഷമ്മാശൻ മെഴുകുതിരി പിടിച്ച് മുമ്പോട്ട് അതിൻ്റെ പുറകെ ഒരു പുരോഹിതൻ പോകുന്നതിൻ്റെ അർത്ഥം ഇതാണ്. യോഹന്നാൻ സ്നാപകൻ ഒരുക്കിയ വഴിയിലൂടെയാണ് യേശു തൻ്റെ വേല തെറ്റുന്ന കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെയും വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വീണ്ടും തിരിച്ചലിടുന്നു. കർത്താവ് കാൽവറി മലയിൽ നമ്മളെ വഹിച്ചുകൊണ്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന ആ പ്രക്രിയയുടെ ആ കാൽവറി മലയിലെ കുരിശിൽ കിടന്നുള്ളതായ വേല 3 മണിക്കൂർ സമയം ഇരുട്ടുണ്ടായ കാര്യം ഓർമ്മിക്കാൻ വേണ്ടിയാണ് തിരശ്ശീല പിന്നെ ഇടുന്നത്. ഇപ്പം തിരശ്ശീല ഇടുന്ന സമയം ഇന്റർവെല്ലല്ല, ഇറങ്ങിപ്പോകാനുള്ള സമയമല്ല, കുത്തിയിരിക്കാനുള്ള സമയമല്ല. യേശു നമുക്ക് വേണ്ടി പീഡ സഹിച്ച കാര്യം ഓർക്കുന്ന സമയം, ഇരുട്ടുണ്ടായ കാര്യം ഓർമ്മിക്കാൻ വേണ്ടി തിരശ്ശീല ഇട്ടെന്നേ ഉള്ളൂ. അത് വീടി വലിക്കാൻ പോകാനോ സൊറ പറയാനോ വർത്താനം പറയാനുള്ള സമയമൊന്നുമല്ല. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. യേശു കാൽവറിയിൽ ഇരുട്ടത്ത് നമ്മളെ വഹിച്ചുകൊണ്ട് വേദന സഹിച്ച് മരിച്ച് പ്രാണനെ വിട്ട കാര്യം ഓർപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ വേലയാണ് അൻപുടിയോനെ എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഇന്റർവെൽ അല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആ സമയത്ത് എൻ്റെ കർത്താവ് എന്നെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ആ കർത്താവെ, എന്നെ ഞാൻ നിനക്ക് തരുന്നു, ഞാൻ നിന്നോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ഞാൻ സ്വർഗത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു വാക്ക് പറയേണ്ട സമയമാണെന്ന് ഓർത്ത് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടൊത്തുള്ള വേല പൂർത്തീകരിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യക്ഷപ്പെടാനാണ് ഈ കുർബാനയെന്ന് ഓർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പരസ്യമായ ആ കാര്യങ്ങൾ ആരാധിക്കുന്നതിന് മുമ്പ് രഹസ്യമായ കർത്താവിൻ്റെ 30 കൊല്ലക്കാലത്തെ ഒരുക്കം പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ തിരശ്ശീല ഇട്ടുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിനായി നമ്മൾ തയ്യാറാകുന്നു. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെ.
യേശു അരുൾ ചെയ്തു, ഏത് നേരത്താണ് നിങ്ങൾ യജമാൻ വരുന്നതെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയോടെ ഉണർന്നിരിക്കുവിൻ. ഏത് യാമത്തിൽ കള്ളൻ വരുമെന്ന് അറിയാമായിരുന്നെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടെ ഇരിക്കുകയും തന്റെ വീട് കവർ ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുവീൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവീൻ. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരനെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപരോടുകൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവന്റെ അവകാശം കപടഭക്തന്മാരോടുകൂടെ ആക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സ്വല്പസമയിരിക്കാം. നമ്മൾ വായിച്ചു കേട്ടതായ ഈ തിരുവചനം സ്വയപരിശോധനയ്ക്കായിട്ട് പിതാക്കന്മാർക്ക് തന്നതാണ്. വാങ്ങിപ്പോയ എല്ലാ പുരോഹിതന്മാരെയും മഹാപുരോഹിതരെയും നമ്മൾ ഓർക്കുന്ന സുദിനത്തിൽ അവർ നമുക്ക് ചെയ്തു തന്ന സേവനം എന്താണ്, അവരുടെ സേവനങ്ങൾ നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെ ഇതിനകത്തുണ്ട്. നമ്മളൊന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന് 42 മുതൽ 51 വരെയുള്ള ഭാഗത്ത് ഈ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർഗത്തിലെ പള്ളിപണിക്കുള്ളതായ ജീവനുള്ള കല്ലുകളെ ഇവിടുന്ന് ഒരുക്കി മെരുക്കി ചെത്തി എടുപ്പാക്കി കറവ് തീർത്തുവിടും സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന വേല അഹോരാത്രം പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതരായ സുവിശേഷകർ, അഭിഷിക്തർ രാവും പകലും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും അവർ ഓൺ ഡ്യൂട്ടിയിലാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല പുരോഹിതർ വേല ചെയ്യുന്നത്. അവര് ഉണ്ടാലും ഉറങ്ങിയാലും അവര് സഭയാകുന്ന ശരീരത്തിന്റെ കിഡ്നികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ കിഡ്നികൾക്ക് അകത്ത് 2 കോടി നെഫ്രോണുകളുണ്ട്. 2 കോടി നെഫ്രോണുകൾ നീട്ടിവെച്ചാൽ 70 കിലോമീറ്റർ ദൂരം വരുമെന്നാണ് നെഫ്രോളജിസ്റ്റ് ഈ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ 70 കിലോമീറ്റർ ദൂരം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നെഫ്രോണുകൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തെ, അശുദ്ധ രക്തത്തെ ശുദ്ധീകരിക്കാൻ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മിടുക്കരായിട്ട് നടക്കുന്നത്. അപ്പൊ രാത്രിയും പകലും ഇല്ലാതെ കിഡ്നി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ കിഡ്നിയുടെ പണിയാണ് പുരോഹിതന്മാരെ ദൈവേൽപ്പിച്ചിരിക്കുന്നത്. പുരോഹിതന്മാർ ഗർഭത്തിലെ ഇതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരുമാണ്. അപ്പോൾ പുരോഹിതന്മാരെ നമ്മൾ ആദരിക്കുന്ന അവർ ഈ വേല ചെയ്തുകൊണ്ടാണ് നമ്മൾ മിടുക്കരായിട്ട് നടക്കുന്നത്. അവർ കുർബാന ചൊല്ലുന്ന സമയത്തോ വീടുകുതാ ചെയ്യുന്ന സമയത്തോ മാത്രമല്ല പണി, രാത്രിയും പകലും ഇല്ലാതെ ജനങ്ങളുടെ അശുദ്ധിയും പാപവും ശാപവും എല്ലാം വലിച്ചെടുത്തതിനെ ശുദ്ധീകരിച്ച് രക്തം ശുദ്ധിയാക്കിയതിനു ശേഷം പിന്നെ ഹാർട്ടിലേക്ക് വിടുകയാണ്. ഇതാണ് പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് ഓർത്ത് നമുക്ക് നന്ദിയോടെ നമുക്ക് അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അങ്ങനെ ജാഗ്രതയോടെ അശുദ്ധമായി തീരുന്ന രക്തത്തെ ശുദ്ധീകരിക്കാൻ നെഫ്രോണുകൾ അഹോരാത്രം പ്രവർത്തിക്കുന്നത് പോലെ സഭയിലെ പുരോഹിതർ, അവര് ഭൂമിയിലുള്ളവരും പർദീസായിലുള്ളവരും അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്ദിപൂർവ്വം അവരെ ഓർക്കുകയാണ്. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്തായതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കി വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണെന്നുള്ള ചോദ്യം എല്ലാ പുരോഹിതന്മാരും സഭയാകുന്ന ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ആത്മീയവും മാനസികവും ശാരീരികമായ ആഹാരം പാകം ചെയ്ത് വിളമ്പിക്കൊടുക്കുവാൻ ദൈവമാക്കിയിരിക്കുന്ന വിളമ്പുകാരാണ്, കാര്യവിചാരകരാണെന്നുള്ള ആരും ഓർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വസ്തയോടെ അവർ ചെയ്ത വേല നമ്മൾ ഇന്ന് ആസ്വദിക്കുകയാണ്. മാതാപിതാക്കൾ അഹോരാത്രം കഷ്ടപ്പെട്ട് അവരെ മക്കളെ പോറ്റുന്നത് പോലെ സഭാമക്കളെ വളർത്തുവാൻ ദൈവം ആക്കിയിരിക്കുന്ന മഹാപുരോഹിതരെയും പുരോഹിതരെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ അതിൽ അലസത വന്നാൽ അവിടെ ദൈവത്തിന്റെ ശിക്ഷ വരുമെന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചിരിക്കുന്നു. യജമാനൻ വരുമ്പോൾ അവരെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസർ ഭാഗ്യമുള്ളവരായിരിക്കും. നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. പഴയ നിയമകാലത്ത് വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക ലേവ്യ കുടുംബം മാത്രമാണ് ആ പണി ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ മാമോദിസ ഏറ്റവരെല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. അവിടെ എല്ലാവർക്കും ഈ പണിയുണ്ട്. പുരോഹിതന്മാരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്
മാമോദിസ ഏറ്റവർ മുഴുവനും രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട് എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു പുരോഹിതൻ തന്നെയല്ല വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പുരോഹിതനോടൊപ്പം ശുശ്രൂഷക്കാരും ജനങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് നിങ്ങൾ ആമീൻ പറഞ്ഞെങ്കിലേ ഇത് പൂർത്തീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പൗരോഹിത്യ ശുശ്രൂഷ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ പങ്കാളികളാണ് നമ്മളെല്ലാവരും തന്നോടൊത്ത് ജീവിത പങ്കാളികളായി ആ വേല പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ മഹാപുരോഹിതനായി കർത്താവ് ശത്രുവിനെ പാതകടമാക്കുന്ന വലിയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലെ യോദ്ധാക്കളായി നമ്മൾ അവനോട് ചേർന്ന കമാൻഡർ പറയുന്നതനുസരിച്ച് സർവായുധവർക്കെന്നരിച്ച് നന്മയാ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിതവർഗമായി വേല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം ഇവിടെ ഓർപ്പിച്ചിരിക്കുക. ഇതിൻ്റെ ഇടയിൽ പിശാച് ചെയ്യുന്ന ഒരു പണിയാണ് നമുക്ക് അലസത വരുത്തുക. അലസത വരുത്തി നമ്മളെ അവിശ്വാസികളാക്കി ദുഷ്ടഹൃദയത്തിൽ കഠിന ഹൃദയത്തിൽ നമ്മളെ അലസരാക്കി മാറ്റി നമ്മളെ ശപിക്കപ്പെട്ടവരാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പരിപാടി. ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ് യിരെമ്യാവിന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്. അതുകൊണ്ട് ശാപം കാരണം കൂടാതെ പറ്റുകയില്ലെന്നാണ് പറയുന്നത്. സ്നേഹക്കുറവും ഉണർവിന്റെ കുറവും ജാഗ്രതയുടെ കുറവുമാണ് ശാപങ്ങൾ വിളിച്ചു വരുത്തുന്നത്. യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപയിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ ആ ആശംസ നമ്മുടേതാകുവാൻ നമ്മുടെ എല്ലാ അലസതകളോടും യാത്ര പറഞ്ഞ് നമ്മളെ പരസ്പരം പ്രബോധിപ്പിച്ച് പരസ്പരം ഉത്സാഹിപ്പിച്ച് പരസ്പരം ഭാരങ്ങൾ പങ്കിട്ട് അങ്ങനെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഈ സഭപണി തുടരുവാൻ സഭയിലെ എല്ലാവർക്കും ആത്മീയ ആഹാരം ഉണ്ടാക്കി പാകം ചെയ്യുന്നതിൽ പങ്കുകാരാകുവാൻ നമ്മുടെ സഭാജീവിതം ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ അലസതകൾ നമുക്ക് ശാപം കാരണമായിട്ടുണ്ടെങ്കിൽ അത് ബന്ധന കാരണമായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം ആ അലസത വരുത്തിയ തിന്മയെ ഓടിച്ചു കളഞ്ഞിട്ട് വീണ്ടും എല്ലാവരെയും ഉണർത്തി എല്ലാവരെയും ഈ യുദ്ധക്കളത്തിൽ സജ്ജരാക്കി നിർത്തുന്ന വേലയിൽ നമുക്ക് പങ്കാളികളാകാം. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്കുണ്ടായ എല്ലാ കൃത്യവിലോപങ്ങൾക്കും ഒരിക്കൽ കൂടെ പാപബോധന പ്രാർത്ഥന നടത്തിയിട്ട് ഈ ഭൂമിയിലെ വേലയ്ക്ക് ശേഷം വേല തയ്ക്കാൻ കഴിയാതെ പോയിരിക്കുന്ന മഹാപുരോഹിതരും പുരോഹിതനുമായ എല്ലാവരുടെയും വേല പൂർത്തീകരിപ്പാൻ നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മുടെ ശരീരം അവരുടേതും കൂടിയാണ്. അവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ ഇട്ടുകൊടുത്താൽ അവരെ എല്ലാവരെയും വഹിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ പാപബോധന പ്രാർത്ഥന നടത്തി ആ വിടുതലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിൽ ഇന്ന് സഭയാകുന്ന ശരീരം മുഴുവനും ആശ്വസിക്കണം. കിഡ്നിക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്, നമുക്കറിയാം. പുരോഹിതർ കിഡ്നിയായി പ്രവർത്തിച്ച് അതിന് കേടുവരും. അപ്പോൾ നമ്മൾ നീര് വെച്ച് പുറങ്ങിക്കും. പിന്നെ കിഡ്നി മാറ്റി വെക്കേണ്ടി വരും. അതിന് പ്രത്യേക ചികിത്സയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ സഭയിൽ അഹോരാത്രം കിഡ്നികളായി പ്രവർത്തിച്ചിട്ട് രോഗികളായി ക്ഷീണിതരായി തളർന്നുപോയവരെ നമ്മൾ ഇന്ന് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്ത് അവർക്ക് പുതിയ കിഡ്നികൾ ഫിറ്റ് ചെയ്യാൻ നമ്മുടെ കിഡ്നി തന്നെ വേണേൽ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും. നമുക്ക് 2 കിഡ്നിയുണ്ട്, ഒരു കിഡ്നി വേണേൽ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെയാണ് ദൈവം നമ്മൾ കിഡ്നികൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കിഡ്നി കർത്താവിനെ സമർപ്പിച്ചേക്കാം. കർത്താവെ, കിഡ്നി നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും പുരോഹിതന്മാരെന്ന് വിഷമിക്കുന്നുണ്ട്, അവർക്കൊന്ന് കൊടുത്തേരെ, ഓരോന്ന് കൊടുത്തേരെന്ന് പറഞ്ഞ് അങ്ങനെ സഭയാകുന്ന ശരീരം ആശ്വസിക്കട്ടെ. നമ്മുടെ കൃത്യവിലോപങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് കൃത്യവിലോപം ഉണ്ടായവരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് പാപോധന പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഇന്നത്തെ കുർബാന സ്വർഗത്തിലെത്തി സമാധാന ശക്തിയായി മടങ്ങി വരുവാൻ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിൽ ആശ്രയിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെ ശബ്ദം ഇവന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് നമുക്ക് കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവന രൂപത്തിൽ ഇറങ്ങി വരുന്നു, പുത്രൻ ഇതാ വെള്ളത്തിൽ നിൽക്കുന്നു. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേകദൈവം തൃത്വത്തിൽ വെളിപ്പെട്ട ആ ചരിത്ര സത്യം ഓർപ്പിക്കുവാനുള്ള സുവിശേഷതയാണ് കുർബാനയിലെ ഈ രംഗം ഒരുക്കിയിരിക്കുന്നതായി ഓർപ്പിച്ചുകൊണ്ട് ഇത് നമ്മുടെ പാപമോചനത്തിന് സഹായകരമായുണ്ട്. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് കൈക്കൊള്ളപ്പെടുമാറാകി. ഇനി പരിശുദ്ധാത്മാവിൽ സഭയിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കി അങ്ങനെ നമ്മൾ കർത്താവിനോട് ചേരേണ്ടവരാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിഖ്യാ വിശ്വാസ പ്രമാണം നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ആത്മനിറവിൽ സജ്ജീകരിച്ചതാണ്. അവർ കേട്ടതായ വചനം, അവർ പഠിച്ചതായ വചനം വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടാണ് വിശ്വാസ പ്രമാണം ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ കേട്ട വചനമെല്ലാം 100% വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളെ കർത്താവ് ശാസിക്കേണ്ടി വരുന്നത്. 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വിശ്വാസമായി പരിണമിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ വചനങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അവരുടെ അശുദ്ധികൾ, മുൻവിധികൾ, തെറ്റിദ്ധാരണകൾ, മിഥ്യാബോധങ്ങൾ മുതലായതുകൊണ്ട് അവിടെ അത്യാഗ്രഹങ്ങൾ കാരണം എല്ലാം ശ്രദ്ധിച്ചില്ല. അവർക്ക് അത്യാവശ്യമുള്ള ചില കാര്യമേ ശ്രദ്ധിച്ചുള്ളൂ. അതുകൊണ്ട് പ്രധാനപ്പെട്ട പല കാര്യം വിട്ടുകളഞ്ഞതുകൊണ്ടാണ് എമ്മോസിലേക്ക് നടന്നു ശിഷ്യന്മാർ വാടിയ മുഖത്തോടെ
അസ്വസ്ഥരായി കഠിന ഹൃദയത്തോടെ ദുഃഖിതരായി നടക്കേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മളെ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ കർത്താവ് ശാസിക്കാൻ വന്നിരിക്കുകയാണ്. വിശ്വാസ പ്രമാണം എല്ലാ കുർബാനയ്ക്കും എല്ലാ യാമപ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിലും അത് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. നമ്മുടെ വിശ്വാസം കടുകുണി പോലെ ഉറച്ചതാണെങ്കിൽ, പ്രശ്നങ്ങൾ മല പോലെയുള്ളതാണെങ്കിൽ അതിനെ സമുദ്രത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മളെ ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ മല പോലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയം ആത്മ നിറവിൽ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹം കൊണ്ട് നിറയുകയാണെങ്കിൽ, എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് മാൻപേടകളെ പോലെ നമുക്ക് പർവ്വതത്തിന് മുകളിൽ കൂടിക്കയറി അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം ഗർത്തം കൊണ്ടതിനെ മുകളിൽ കൂടി ചാടിക്കടന്ന് സഹായം ലഭിക്കുന്ന പർവ്വതത്തിൽ എത്തിച്ചേർന്ന് നമ്മുടെ പ്രാണക്കുട്ടികൾ, നമ്മുടെ ദേഹിയുടെ മണ്ഡലമാകുന്ന ആ മാൻപേട ദൈവശബ്ദം കേട്ട് പ്രസവിക്കാൻ കഴിവുള്ളതാണ്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. യേശുക്രിസ്തുവായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടതുമാണ്. കന്യകയായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രാണക്കുട്ടികൾ വചനം കേട്ട് ഗർഭിണിയാകണം, എന്നിട്ട് അനേകരെ പ്രസവിക്കണം. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരെ ഗർഭം ധരിച്ച് പ്രസവിക്കേണ്ട കന്യകമാരായി വിവാഹം ചെയ്യപ്പെട്ട പ്രാണക്കുട്ടികൾ നമുക്കുണ്ട്. അവർ പ്രായപൂർത്തിയാകാമെങ്കിൽ, മാൻപേടയാകാമെങ്കിൽ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായാൽ നമ്മുടെ ദേഹിയുടെ പേര് മാൻപേട എന്നാണ്. ആ ദേഹി അങ്ങനെ സ്നേഹത്തിൽ പൂർണ്ണതയുള്ളതായാൽ മാൻപേടകൾക്ക് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് സഹായം ലഭിക്കുന്ന പർവ്വതത്തിലെത്തി സ്വർഗീയ മണവാളനായ യേശുവിനെ കാണാൻ കഴിയും. സ്വർഗീയ മണവാളൻ്റെ ശബ്ദം കേട്ടാൽ മതി ഗർഭിണിയാകാൻ സാധിക്കും. സ്വർഗത്തിലെ മാലാഖ ദൈവത്തിൻ്റെ ശബ്ദവുമായി കന്യമറിയാമിൻ്റെ പ്രാർത്ഥന മുറിയിൽ അവിടെ എഴുന്നള്ളി വന്നപ്പോൾ കന്യമറിയാമിൻ്റെ ഉള്ളിൽ, കന്യമറിയാമിൻ്റെ ദേഹിയുടെ മണ്ഡലത്തിൽ വചനം ഗർഭം ധരിച്ച് യേശു കുഞ്ഞായിട്ട് മാറി. നമുക്ക് ഈ പണി ചെയ്യാൻ സാധിക്കും. വചനം കേൾക്കുമ്പോൾ ഗർഭം ധരിക്കേണ്ട പ്രാണക്കുട്ടികൾ കന്യകമാരായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. കന്യകയായിരുന്നുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ മാതാവ് യേശു കുഞ്ഞിനെ പ്രസവിച്ച പോലെ നമുക്കും അനേക യേശു കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് വേണം സഭയാകുന്ന കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ. 2% മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുള്ളൂ. ബാക്കി അനേകരുടെ പ്രാണനെ നമുക്ക് യേശുവിനെ നേടിക്കൊടുത്തവരെ കർത്താവിൻ്റെ ഉള്ളിലാക്കാൻ സാധിക്കും. അവരാരും മതം മാറണ്ട, അവരുടെ പേരും മാറണ്ട, ഷെയ്പ്പ് ഒന്നും മാറണ്ട. അവരറിയാതെ തന്നെ അവർക്ക് യേശുവിനെ കൊടുത്ത് അവരെ യേശുവിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് സുന്ദർ സിംഗിൻ്റെ കഥ ഇന്നലെ കേട്ടു. സുന്ദർ സിംഗ് ഒരു പഞ്ചാബിയുടെ വേഷം കെട്ടി, സിഖുകാരൻ്റെ വേഷം കെട്ടി യേശുവിനെ സ്വീകരിച്ചപ്പോൾ പോയിടത്തെല്ലാം യേശുവിനെ സാക്ഷിച്ചു. ആ സുന്ദർ സിംഗ് എഴുതിയ പുസ്തകങ്ങളെല്ലാം അനേകർക്ക് ജാതി മത സ്വഭാവവ്യത്യാസത്തിനെ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, സ്വർഗത്തേക്ക് വെളിപ്പാട് നൽകുന്നതാണ്. സ്വർഗയാത്ര എന്ന പേരിൽ ഒരു പുസ്തകം ഈ സുന്ദർ സിംഗ് എഴുതിയിട്ടുണ്ട്. താൻ ധ്യാനിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് പർദീസായിൽ സ്വർഗത്തിൽ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് അതെല്ലാം താൻ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരനായ ഒരു പഞ്ചാബിക്ക്, ഒരു സിഖുകാരന് യേശുവിനെ കാണാനും വിശ്വസിക്കാനും അനേകരെ വിശ്വസിപ്പിക്കാൻ സാധിച്ചു. അവൻ ഇന്ത്യക്കാരനായ ഹിന്ദു തന്നെ. അവൻ്റെ മതം മാറിയില്ല, അവൻ്റെ പേരും മാറിയില്ല. നമുക്കിതും ആകാം. ഏത് സഭയിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും യേശു അവൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ കയറിയാൽ ആ ഹൃദയത്തിൽ ആ യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്താനുള്ള കഴിവ് നമുക്കുമുണ്ട്. ആ കഴിവ് വളർത്തിയിട്ട് ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് സമ്മാനിച്ച് യേശുവിനെ അനേകർക്ക് സംഭാവന ചെയ്യുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ള കൃപയാണ് ഇപ്പോൾ യാചിക്കാൻ പോവുകയാണ്. യാചിക്കേണ്ട ഈ സമയം നമ്മൾ വിശ്വാസത്തിൽ പൂർണ്ണരാകാമെങ്കിൽ, വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹമാകാമെങ്കിൽ, നമ്മളെ കാണുന്നവർ, നമ്മളോട് ഇടപെടുന്നവർ തോമാസിയായ കണ്ടവർ ക്രിസ്ത്യാനികളായതുപോലെ, അവരെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ അനുഭവമുള്ളവരായതുപോലെ നമ്മളുടെ ഈ പെരുന്നാൾ ആഘോഷം കൊണ്ട് ഈ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം. ഈ ദേശത്തുള്ള സകല നാനാജാതി മതസ്ഥരെയും കർത്താവ് അനുഗ്രഹിക്കാൻ അവർക്ക് വേണ്ടിയാണ് ഈ കുർബാനയെന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഇത് മതം മാറാനല്ല, മതം മാറ്റാനുമില്ല, മനം മാറ്റാനാണ്. അത് യാചിക്കാം. സഹോദരീയങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അനുഗ്രഹിക്കപ്പെടുവാനുള്ള അവർ ഞങ്ങൾക്ക് വേണ്ടിയും അതിനുള്ളതിൻ്റെ കണ്ണീരിനുള്ളതിനേക്കുണ്ടായിക്കിട്ടെയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ കുർബാന അനുഭവിച്ചിരിക്കുന്ന ഈ സമയം നമ്മളിനിയും തുടർന്നുള്ള ജീവിതയാത്രയിൽ ഇന്ന് കിട്ടിയതായ സന്ദേശങ്ങളനുസരിച്ച് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തിരിക്കുന്ന സ്വർഗീയ മണവാളനായ യേശുവിൻ്റെ മാറിലെത്തിക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുകയാണ്. കർത്താവ് നമുക്കായി കാത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ യേശുവിൻ്റെ ശൂന്യസ്ഥലം യേശു വളർന്ന് നിറയട്ടെ. ഗലാത്യർ 2:20 അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ സ്വീകരിച്ച ശേഷം തനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒരു കൊച്ചു തൻ്റെ ഉദരത്തിലുണ്ട്. ആ കുഞ്ഞിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ വളർച്ചകളെല്ലാം അവരമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഗർഭധാരണം നടക്കുന്ന സമയം മുതൽ അതിനെ പ്രസവിക്കുന്നുണ്ട് വരെ ആ അമ്മയ്ക്ക് തൻ്റെ ഉള്ളിലെ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാം. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ശിശുവായി യേശു ജനിക്കാൻ ആഗ്രഹിക്കുന്നു. കന്യമറിയാമിൻ്റെ ഉള്ളിൽ യേശു ശിശുവായി ജനിച്ച് ബേത്ലഹേമിൽ കാണപ്പെട്ടതുപോലെ തന്നെ
മാമോദീസായിൽ നമ്മൾ ജനിച്ച യേശുവിനെ നമ്മൾ വളർത്തിയെടുത്ത് അതിനെ അനേകം കാണാവുന്ന പരുവത്തിനാക്കി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. ഗലാത്യർ 2:20 നീ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നുള്ള കാഴ്ച. അങ്ങനെ നമ്മുടെ സ്വയം യേശുവിന് വേണ്ടി മാറിക്കൊടുത്തിട്ട് സ്വയത്തിൻ്റെ ഉള്ളിലെ പിശാചിനെ നമ്മൾ കുരിശിച്ചിട്ട് അവനെ നമ്മൾ ദൂരീകരിച്ചിട്ട് യേശു തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാകണം. പിന്നെ വീട്ടുകാർക്ക് മനസ്സിലാകണം, പിന്നെ നാട്ടുകാർക്കും ലോകത്തിന് മുഴുവൻ മനസ്സിലാകണം. കന്യാമറിയാമിനുള്ളിൽ യേശു ജനിച്ച കാര്യം മാതാവ് മാത്രം അറിയുന്നൊരു കാലമുണ്ട്. യോസേപ്പിനോട് പോലും മിണ്ടിയില്ല. ആരോടും പറയാതെ രഹസ്യമായ യേശു നമ്മൾ ജനിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് മാമോദീസായിൽ നടന്നതാണ്. അത് 12-ാം വയസ്സിലെങ്കിലും നമ്മൾ തിരിച്ചറിയണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മാമോദീസായിൽ രഹസ്യമായ യേശു ജനിച്ച ആ കാര്യം 12-ാം വയസ്സിൽ സത്യകുമ്പസാരം നടത്തി യേശു എൻ്റെ രക്ഷകനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് അവൻ എന്നിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് 3 ദിവസത്തെ ധ്യാനം നടത്തിയിട്ട് സമർപ്പണം നടത്തി ആദ്യകുമ്പസാരം നടത്തുന്ന ആ കുർബാന കൊടുക്കുന്ന ഒരു നല്ല പതിവ് നമ്മുടെ സഭയിലുണ്ട്. അത് ഈ ഇടവകയിൽ നടന്നിട്ടില്ലെങ്കിൽ നടത്തണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. 12 വയസ്സ് മുതൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ യേശുവിനെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവൻ്റെ കൂടെ ഇരിക്കാൻ, പിതാവിൻ്റെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ 12-ാം വയസ്സിലെ പ്രത്യേകത എന്താണ്? പെരുന്നാളിന് പള്ളിയിൽ പോയപ്പോൾ അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വന്നേച്ച് പോയെങ്കിലും പിതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ ദേവാലയത്തിലുണ്ടായിരുന്ന സ്വർഗീയ പിതാവിൻ്റെ കൂടെ അങ്ങ് ഇരുന്നു. അതിൽ ആനന്ദിച്ച് സന്തോഷിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇങ്ങനൊരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? സ്വർഗത്തിലെ പിതാവിൻ്റെ കൂടെ ഇന്ന് സമയം പോകുന്നത് അറിയാത്ത ഒരവസ്ഥയിൽ ഇരിപ്പ് നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എത്രയും നേരത്തെ അത് കൈവരിക്കണമെന്നാണ് ഈ ബർസോമ്മായിക്ക് നമ്മളോട് പറയാനുള്ളത്. പരിശുദ്ധനായ ബർസോമ്മ അത് തന്നെ ശൈശവത്തിൽ തന്നെ യേശു തന്നിൽ ജീവിക്കുന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ട് ആ യേശുവിനെ വളർത്താൻ വേണ്ടി യേശുവിന് വേണ്ടി ഓരോന്നിനും ഉപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. കൃത്രിമമായി താൻ ക്ഷാമവും ദാരിദ്ര്യവും വരുത്തിക്കൊണ്ടിരുന്നു. എനിക്ക് എൻ്റെ യേശു മാത്രം മതി, അവൻ എല്ലാത്തിനും മതിയായവനാ, യേശുവാണ് എൻ്റെ സമ്പത്ത്, യേശുവാണ് എൻ്റെ ഉടയവൻ, എൻ്റെ സ്നേഹിതൻ, എനിക്കുള്ള സകലതും അവൻ തന്നെ എന്ന് പറഞ്ഞ് എല്ലാം ഇട്ടിട്ട് യേശുവിനെ തൻ്റെ ഉള്ളിൽ വളർത്തി കഴിഞ്ഞപ്പോൾ ആ ബർസോമ്മായുടെ ഉള്ളിലെ യേശുവിനെ തൻ്റെ അടുത്ത് വരുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും മനസ്സിലായി. ആയിരക്കണക്കിന് പേര് തൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടായിരുന്നു. തനിക്ക് സ്ഥലകാല പരിമിതികൾ അതിജീവിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി വേല ചെയ്യാൻ കഴിഞ്ഞു. നമുക്കും ഇതൊക്കെ പറ്റുമെന്നുള്ള കാര്യം ഓർപ്പിക്കണം. അതുകൊണ്ട് ആദ്യം യേശുവിനെ നമ്മൾ മാത്രം അറിയുന്നൊരു കാലം, പിന്നെ കർത്താവ് അടുത്ത ചിലർക്ക് വെളിപ്പാട് നൽകും. കന്യാമറിയാമിന് കിട്ടിയ യേശുവിനെ യോസേപ്പിന് 3 മാസം കഴിഞ്ഞാണ് വെളിപ്പെട്ടത്. പിന്നെ ആ യോസേപ്പും കന്യാമറിയാമും കൂടെയാണ് യേശു കുഞ്ഞിനെ വളർത്തുന്നത്. യോസേപ്പിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മറിയാമും യേശുവും തന്നെ കുറേ വർഷങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതുപോലെ യേശുവിനെ വളർത്തിക്കൊണ്ട് നമ്മൾ അജ്ഞാതമായി കഴിയേണ്ട ഒരു കാലമുണ്ടെന്നുള്ള കാര്യം യേശുവിന് 30 വയസ്സ് വരെയുള്ള കാലം നമ്മളെ പഠിപ്പിക്കുന്നു. അതെല്ലാം നമ്മൾ ഓർത്തു കഴിഞ്ഞു. ഈ വിശുദ്ധ കുർബാനയിൽ ഇതെല്ലാം ഉണ്ട്. പരസ്യമായ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തിരശ്ശീലിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: യേശു തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്ന ഒരു തൈരും തേനും കൊണ്ട് ഉപയോഗിച്ചു. താൻ തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാൻ പ്രായമായെന്ന് തെളിയിച്ചുകൊണ്ട് താൻ മരുഭൂമിയിലേക്ക് പിശാചിനെ കൂട്ടിക്കൊണ്ടുപോയി പിശാചിൻ്റെ കൂടെ പോയി അവനെ തോൽപ്പിച്ചതിന് ശേഷമാണ് താൻ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിച്ചത്. ഇതുപോലൊരു ജീവിതം നമുക്കുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടിയ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ്, തൻ്റെ ഉള്ളിൽ യേശു ജീവിച്ച കാര്യം താൻ ഗലാത്യർ 2:20 പറഞ്ഞതുപോലെ തന്നെ 1 കൊരിന്ത്യർ 15:57 യേശുക്രിസ്തു എനിക്ക് ജയം നൽകുമെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ തോറ്റവനാണ്, തോറ്റിട്ട് ജയിപ്പിക്കുന്നവനാണെന്നുള്ള ബോധത്തിൽ നമ്മളെല്ലാം തോറ്റ വിഷയത്തിലെല്ലാം ജയിച്ചതിന് ശേഷം വേണം ജയിച്ചവനായ യേശുവിൻ്റെ കൂടെ ഇരുന്ന് മണവാട്ടിയായി രാജ്ഞിയായി ശോഭിക്കുവാൻ. അതുകൊണ്ട് ഏതെല്ലാം കാര്യത്തിൽ ഇനി തോറ്റിട്ടുണ്ടോ അതിൽ ജയിക്കാനായിട്ടൊരു പബ്ലിക് പരീക്ഷയോടെ വന്നിരിക്കുന്നു. മോഡൽ പരീക്ഷ 3 ദിവസത്തെ പരീക്ഷ കഴിഞ്ഞു. നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഈ ഇടവേളയിൽ ആ നോയമ്പ്, വലിയ നോയമ്പിലേക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം ജയിച്ചവരും തോറ്റവരും എല്ലാവരും ഒന്നിച്ചുകൂടി വിജയത്തിന് ചവിട്ടുപടികൾ ഉണ്ടാക്കി അങ്ങനെ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകി ജയിച്ചതിന് ശേഷം വേണം കല്യാണത്തിന് പോകാൻ. അപ്പോൾ ജയിച്ചവനായ യേശുവിൻ്റെ കൂടെ ജയിച്ചവളായ കന്യകയായിരിക്കുന്ന മണവാട്ടി രാജ്ഞിയായി ശോഭിക്കുന്ന കാണുമ്പോൾ നല്ല പൊരുത്തമായിരിക്കും ആ കല്യാണത്തിന്. കർത്താവിന് വലിയ മാനമായിരിക്കും. പൊരുത്തമുള്ള കല്യാണം കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. നന്നായിരിക്കുന്നല്ലോ, നല്ലപോലെ ഒത്തിരിക്കുന്നു, കണ്ടിട്ട് നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മലാഖമാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരും എല്ലാം കർത്താവിനെ പ്രശംസിക്കണം. നീ എത്ര നാൾ ഇവളെ വളർത്തി ശത്രുവിൻ്റെ അവകാശമെല്ലാം തീർത്ത് അവളെ ഇങ്ങനെ ശാന്തതയും സാവധാനതയും അക്ഷയഭൂഷണമായ സൗന്ദര്യത്തിൽ അവളെ ഇത്രയും പരിപൂർണയാക്കി കർത്താവിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് സമ്മാനം കിട്ടണം. മണവാട്ടിയെ വളർത്തിയെടുത്തിട്ട് കർത്താവ് മണവാട്ടിക്ക്, മണവാട്ടി കർത്താവിനും
പരസ്പരം സമ്മാനിക്കുന്ന രംഗം കണ്ട് എന്നിട്ട് അവർ ഒന്നായിത്തീരുന്ന ഒരു അനുഭവം വരുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഇതെല്ലാം നമുക്ക് ദൈവം കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇത് അനുഭവമാകുവാൻ വേണ്ടി ഇനിയുള്ളതായ 50 നോയമ്പ് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ശേഷിക്കുന്ന സമയം യേശുവിൻ്റെ ആ പൂർണ്ണതയിലേക്ക് വളരുന്നതിന് തടസ്സമാകാൻ നൽകുന്ന എല്ലാ കാര്യങ്ങളോട് യാത്ര പറവാൻ ഇന്നത്തെ സമയം അതിനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാസായും വിലാസായും എടുത്ത് ഉയർത്തിയപ്പോൾ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ ഓർപ്പിക്കുകയും ചെയ്യായിരുന്നു. അത് 11 ശിഷ്യന്മാരാണ് അതിന് സാക്ഷികളായത്. അതിനുശേഷം കാത്തിരുന്ന 120 പേർ, ആ 11 പേരുടെ അനുഭവങ്ങൾ മാതാവിനോടൊപ്പം പങ്കിട്ടതിൻ്റാണ് പെന്തിക്കോസ്തിയുടെ അനുഭവം ഉണ്ടായി. വരാൻ പോകുന്ന പെന്തിക്കോസ്തി പെരുന്നാൾ നമ്മുടേതാകട്ടെ. സഭയിൽ അങ്ങനെ ഒരു പെരുന്നാൾ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം പെരുന്നാളായാലേ നമുക്ക് ലോകത്തിൻ്റെ അറ്റങ്ങളോളം യേശുവിനെ സാക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ മുഴുവനും ലോകത്തിൽ മുഴുവനും ഇനി യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത എല്ലാ രാജ്യങ്ങളിലും കർത്താവിനെ സാക്ഷിക്കാനുണ്ട്. കേരളീയരായ ക്രിസ്ത്യാനികൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജോലിക്ക് പോകേണ്ടി വന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ കർത്താവിനെ സാക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഹിമാലയത്തിൻ്റെ അടിത്തട്ടിൽ പോയപ്പോൾ ഡെറാഡൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുണ്ട് മലയാളികൾ, അവിടെയുണ്ട് ക്രിസ്ത്യാനികൾ. എന്തിനാ? അവർ വയറ്റിപ്പഴപ്പിന് വേണ്ടി പോയതാണ്. പക്ഷെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഹിമാലയത്തിൻ്റെ അടിത്തട്ട് വരെ വന്നത് എന്തിനാണ്? യേശുവിനെ സാക്ഷിക്കാനാണെന്ന് പറഞ്ഞ അവിടെ ഒരു ഇടവകയുണ്ടായി. ഡെറാഡൂണിലെ ഒരു സ്കൂളിൻ്റെ ഒഴിഞ്ഞു തരുന്ന ഒരു കെട്ടിടത്തിൽ കുർബാന ചൊല്ലി അവിടെ ഇടവക സ്ഥാപിച്ച് അവരെ ശുശ്രൂഷിച്ച രംഗം 30 കൊല്ലത്തിന് മുമ്പ് നടന്ന കാര്യം ഓർക്കുകയാണ്. അങ്ങനെ ഡെറാഡൂണിലും പാകിസ്ഥാൻ ബോർഡറിലെ ബിക്കാനീറിലും അവിടെ വെസ്റ്റ് ബംഗാളിലെ സിലിഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയെല്ലാം നെടുകയും കുറുകയും ഇന്ത്യയിൽ സഞ്ചരിച്ച് കർത്താവിനെ സാക്ഷിച്ച അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്. ഈ കർത്താവിനെ ഇന്ത്യയിൽ മുഴുവനും സാക്ഷിക്കുവാൻ നമുക്ക് അങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ യേശു ആത്മാവിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ എല്ലാവരോടും സുവിശേഷം പറയാനൊക്കെ ഉള്ളൂ, എല്ലാവർക്കും നമ്മൾ യേശുവിനെ കാണാനൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഈ വിശുദ്ധ കുർബാന എല്ലാ കുർബാനയിലും ആവർത്തിക്കുന്ന കാര്യം എന്താണെന്ന് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. എന്നും ഇത് വിശദീകരിക്കാൻ സമയമില്ല. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് എല്ലാ കുർബാനയും പുത്തും കുർബാനയാക്കണം എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനങ്ങൾ സമാഹരിക്കുന്നു. ഈ അനുഭവങ്ങൾ ഇനി എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്നുള്ള കാര്യം വിചാരിച്ച് നിങ്ങളെ അറിയിക്കും. നമുക്കതിനുവേണ്ടി കാതോർക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാം.